സിദ്ധു ഡോർ തുറന്നതും തന്നെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തോടെ പവി അവന് മുന്നിൽ വന്നു നിന്നു. അപ്പോൾ നീ ആയിരുന്നല്ലേ എന്നെ പൂട്ടിയിട്ടത്? പവിയുടെ ആ ചോദ്യം കേട്ടതും സിദ്ധു അബിയെ നോക്കി ദഹിപ്പിച്ചു. പവി, എടി എടി ഞാനൊന്നും ചെയ്തില്ല. ഇല്ലേ? അപ്പം പിന്നെ ഞാൻ സ്വയം വന്ന് ഇതിനകത്ത് ഇരുന്നതായിരിക്കും അല്ലേ? എനിക്കറിയാം, നീ തന്നെ ഇത് ചെയ്തത്. അവളുടെ അന്നേരത്തെ മുഖഭാവം കണ്ടതും അബി അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി. എടാ പവി എവിടെ? അതും ചോദിച്ചു വന്ന തേജയെ അബി തടഞ്ഞു നിർത്തി. എടാ നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട, പുള്ളിക്കാരിയെ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണ്ട എന്ന് പറഞ്ഞപ്പോഴുള്ള എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുക. മിക്കവാറും കട്ടിലിന് പകരം കോളേജ് തന്നെ പൊക്കാനുള്ള ചാൻസ് ഉണ്ട്. അബി തേജയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എടാ എന്നാലും തേജ സിദ്ധുവിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് പറഞ്ഞു. ഓരെന്നാലും ഇല്ല, അവൻ രണ്ടുമ്മ കൊടുത്തേ, അത് ഡീൽ ചെയ്തോളും. നീങ്ങ് വന്നേ. അബി തേജയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. പവി സിദ്ധുവിനെ തുറച്ചു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ചില്ലുവും ഷാനുവും വിക്കിയും അങ്ങോട്ട് വന്നു. എടി നീ ഇവിടെ എന്തെടുക്കായിരുന്നു? എത്ര നേരായെന്നറിയോ നിന്റെ ചെസ് നമ്പർ വിളിക്കുന്നു? നീ വരാതായപ്പോൾ ഒടുവിൽ നിന്റെ പേര് ക്യാൻസലായി. അത് കേട്ടതും പവിക്ക് വിഷമം തോന്നി. അവൾ രൂക്ഷമായി സിദ്ധുവിനെ നോക്കി. എടി സത്യമായിട്ടും ഞാനൊന്നും അറിഞ്ഞില്ല, ഇത് അവന്മാരുടെ പണിയാ. സിദ്ധു പറയുന്നതിനിടയിൽ അവൾ കൈ ഉയർത്തി തടഞ്ഞു. നീ നോക്കിക്കോ, ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും, ഉറപ്പായും പകരം വീട്ടിയിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് പവി കൂട്ടുകാരുടെ കൂടെ പ്രോഗ്രാം ഹാളിലേക്ക് നടന്നു. പിന്നീട് സിദ്ധു പ്രോഗ്രാം ഹാളിലേക്ക് നടക്കുമ്പോൾ അവിടെ മാപ്പിളപ്പാട്ട് നടക്കുന്നുണ്ട്. അബിയും തേജയും ജീവയും ബാക്ക് സ്റ്റേജിൽ നിന്നിട്ടുണ്ട്. സിദ്ധു അങ്ങോട്ട് ചെന്നു. അവിടെ നിന്നുകൊണ്ട് അവർ പാട്ട് കേൾക്കുന്നുണ്ട്. ഒടുവിൽ പവിയുടെ കൂടെ എത്തി. പവി പാടി തുടങ്ങി. കൈമുട്ടിൽ താളം പിടിച്ചുകൊണ്ട് സിദ്ധു പാട്ട് ആസ്വദിക്കുന്നുണ്ട്. അവളുടെ പാട്ട് കഴിഞ്ഞതും സിദ്ധു കൈയടിച്ചു. പാട്ട് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ നേരം പവി സിദ്ധുവിനെ തുറിച്ചു നോക്കി. അന്നേരം സിദ്ധു ചുണ്ടു കൂർപ്പിച്ച് അവൾക്കൊരു ഉമ്മ പറത്തി വിട്ടു. അത് കണ്ടതും അവളാകെ ചൂളിപ്പോയി. ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. പ്രോഗ്രാം ഓരോന്നായി നടക്കുന്നുണ്ട്. അതിനിടയിൽ നേരത്തെ കഴിഞ്ഞ ഫാഷൻ ഷോയുടെ റിസൾട്ട് അനൗൺസ് ചെയ്തു. പ്രതീക്ഷ തെറ്റിയില്ല, പവിക്ക് 1ാം സ്ഥാനം കിട്ടി, നന്ദുവിന് 2ാം സ്ഥാനവും. പിന്നീട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോയിന്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആൺകുട്ടികളുടെ പ്രസംഗ മത്സരം നടന്നു. എല്ലാത്തിലും സമ്മാനം ഉറപ്പിക്കുന്ന തരത്തിൽ സിദ്ധു നന്നായി പെർഫോം ചെയ്തു. തുടർച്ചയായി 2 വർഷം വിവിധ ഇനം പ്രസംഗ മത്സരത്തിൽ 1ാം സമ്മാനം അവനായിരുന്നു. പിന്നീട് നടന്ന മിമിക്രി മത്സരത്തിൽ സിദ്ധു കോളേജിലെ അധ്യാപകരടക്കം ഓരോരുത്തരെ ഇമിറ്റേറ്റ് ചെയ്ത് വൻ കയ്യടി നേടി. അവസാനമായി അവൻ മെക്കറാണി പല്ലവിയെ ഇമിറ്റേറ്റ് ചെയ്ത് വേദി വിട്ടിറങ്ങിയതും പവി അവനെ കൂർപ്പിച്ചു നോക്കി. അപ്പോഴും അവൻ അവൾക്കൊരു കിസ് പറത്തിവിട്ടു. മാപ്പിളപ്പാട്ടിലും പവിക്ക് 1ാം സ്ഥാനമായിരുന്നു. അന്നേ ദിവസത്തെ പ്രോഗ്രാമൊക്കെയും കഴിഞ്ഞ് അന്ന് വൈകുന്നേരം പവി സിദ്ധുവിനെ ശരിക്കും ചൊറിഞ്ഞു. ഒടുവിൽ രണ്ടും വഴക്കിട്ട് പിരിഞ്ഞു. ഇരുവരുടെയും വഴക്ക് കണ്ട് തൊട്ടരികിൽ ഓമുണ്ടായിരുന്നു. എന്താ സിദ്ധു ഇതൊക്കെ? നിങ്ങൾ രണ്ടും ഇങ്ങനെ തുടങ്ങിയ പിന്നെ എങ്ങനെയാ? ഓം സിദ്ധുവിനെ കുറ്റപ്പെടുത്തി. എന്നെ കുറ്റപ്പെടുത്തുന്ന നേരത്തെ പെങ്ങളെ പോയി ഉപദേശിക്ക്. ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലേ അതിന് കാരണം അവൾ തന്നെയാ. സിദ്ധു, നീ ഒന്നും അറിയാതെ അവളെ കുറ്റപ്പെടുത്തണ്ട. അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഇല്ലാതിരിക്കില്ല. എന്ത് കാരണം? സിദ്ധു ചോദിച്ചു. നീ വാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓം സിദ്ധുവിൻ്റെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. ഇരുവരും കോളേജ് മുറ്റത്തെ സിമൻറ്റ് ബെഞ്ചിലിരുന്ന് ഏറെ നേരം സംസാരിച്ചു. ഓം തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയും സിദ്ധുവിനോട് പറഞ്ഞു. ഒരുതരം മരവിപ്പോടെ സിദ്ധു എല്ലാം കേട്ടു നിന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് പവി കാട്ടിക്കൂട്ടുന്നതൊക്കെയും. സിദ്ധുവിൻ്റെ സ്വരം ഇടറിയിരുന്നു. ഓം ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. നിന്റെ അമ്മ ഇങ്ങനെ ചെയ്യാൻ കാരണമുണ്ട്. പവിയുടെ അച്ഛൻ ആരാണെന്ന് സത്യം നിന്റെ അച്ഛൻ തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞിരുന്നു. പവിയെ നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ അവരാണ് നിർദ്ദേശിച്ചത്. അന്ന് നിനക്ക് അപകടം സംഭവിച്ചതും അവരുടെ നിർദ്ദേശപ്രകാരം നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ കൂട്ടി ഒരു ജോത്സ്യനെ കണ്ടിരുന്നു. നിനക്ക് സംഭവിച്ച അപകടത്തിന് പിന്നിൽ പവിയുടെ ജാതകദോഷമാണെന്നും ജോത്സ്യൻ്റെ സഹായത്തോടെ നിന്റെ അമ്മയെ അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പവിയുടെ കൂടെയുള്ള ജീവിതം നിന്റെ മൃത്യുക്ക് വരെ കാരണമാവാം എന്ന് കേട്ടതും നിന്റെ അമ്മയിൽ ഭയം നിറഞ്ഞു. അമ്മ പവിയോട് ഇക്കാര്യം തുറന്നു പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവായി തരണമെന്ന് ആവശ്യപ്പെട്ട് യാചിച്ചു. താൻ കാരണം നിനക്കൊന്നും പറ്റരുതെന്ന് അവളും ആഗ്രഹിച്ചു. നിന്റെ അമ്മയുടെ യാചനയും നിന്നോടുള്ള അമിത സ്നേഹവും ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പവി നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവായി തന്നതാ. അല്ലാതെ നീ കരുതും പോലെ അവൾക്ക് നിന്നെ വേണ്ടാഞ്ഞിട്ടോ അവളുടെ സ്വപ്നങ്ങൾ നേടാനോ ഒന്നുമല്ല അവൾ നിന്നെ തള്ളിപ്പറഞ്ഞത്.
ഇക്കാര്യത്തിൽ നിന്റെ അമ്മയും നിരപരാധിയാണ്. ഏതൊരു അമ്മയും പോലെ നിന്റെ അമ്മയും ചിന്തിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടതേ നിന്റെ അമ്മയും പവിയും സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ്. അപ്പോഴും പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇവിടുത്തെ പ്രശ്നം നിന്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ നിന്റെ അച്ഛൻ പവിയെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അച്ഛനല്ല എൻ്റെ അമ്മയെ കൊന്നത് എന്ന് തെളിയിക്കണം. പക്ഷെ അതെങ്ങനെ തെളിയിക്കും? അതിന് മാത്രം എൻ്റെ മുന്നിൽ വഴിയില്ല. ഓം അത്രയും പറഞ്ഞു നിർത്തി. അതിന് എന്ത് വേണമെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധു അവിടെ നിന്ന് നടന്നു നീങ്ങി. വീട്ടിലേക്കുള്ള യാത്രയിൽ സിദ്ധുവിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ബായിയുടെ മുഖമാണ്. അവൻ വണ്ടി ഒതുക്കി നിർത്തി ബായിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. 2-3 റിങ് ചെയ്തതും മറു സൈഡിൽ ബായിയുടെ ശബ്ദം ഉയർന്നു. ഹലോ ബായ്, എനിക്ക് ബായി ഒന്ന് കാണണമായിരുന്നു. പറ്റിയ ഇപ്പം തന്നെ. മറു സൈഡിൽ നിന്നും അനുവാദം കിട്ടിയതും സിദ്ധു കോൾ അവസാനിപ്പിച്ചു. തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ കോളേജിൽ. ഇന്ന് ആർട്സ് ഡേയുടെ 2ാം ദിവസമാണ്. ഇന്നത്തോടെ പരിപാടി അവസാനിക്കും. ഇന്നാണ് തിരുവാതിര, ഒപ്പന, ഡാൻസ്, സ്കിറ്റ്, നാടകം തുടങ്ങിയ സംഗതികളൊക്കെ നടക്കുന്നത്. മെക്കിലാകെ പെൺപിള്ളേർ 2ആണല്ലോ. അതിനാൽ അവരുടെ പ്രത്യേക അപേക്ഷ പ്രകാരം ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ അവരുടെ പ്രോഗ്രാമിൽ അവരുടെ കൂടെ പങ്കെടുക്കാം എന്നൊരു ഓപ്ഷൻ കൂടി കൊടുത്തിരുന്നു. ഫസ്റ്റ് ഇയർ മെക്ക് പിള്ളേർ 2 കൽപ്പിച്ചാണ്. ഇത്തവണ ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ്, തിരുവാതിര ഇത് ഞങ്ങൾ മെക്കുകാർ തൂത്തുവാരും എന്ന തീരുമാനത്തോടെ താടിയും മീശയൊക്കെയും വടിച്ചു കളഞ്ഞു. പവിയുടെയും ചില്ലുവിൻ്റെയും കൂടെ ചേർന്ന് തകർത്താടി. അല്ല പിന്നെ മെക്ക് പിള്ളേരെന്നാ സുമ്മാവാ? പവി, ചില്ലു, വിക്കി, ഷാനു അവർക്ക് പുറമെ അവരുടെ ക്ലാസ്സിലെ വേറെ 4 പിള്ളേരും ചേർന്ന് പരിപാടി അവതരിപ്പിച്ചപ്പോൾ സംഭവം കളറായി. മൊത്തത്തിൽ എല്ലാവർക്കും ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂബ് പെണ്ണുങ്ങളായി ആൺപിള്ളേരെ തകർത്താടി. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരുന്നു അവരുടെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം. പിന്നെ ആവേശകരമായ തിരുവാതിര കളിക്കിടയിൽ വെച്ച് വിക്കിയുടെ ചിരട്ട ഒരു താഴെ വീണു എന്നതൊഴിച്ച് ബാക്കിയൊക്കെയും പക്കയായിരുന്നു. അന്നേരത്തെ പിള്ളേരുടെ കൂവൽ മെക്കിലെ ചുണക്കുട്ടികൾക്ക് വെറും ഗ്രാസായിരുന്നു. ആടുമ്പോൾ തങ്ങൾക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിക്കുന്ന താഴെ വീണ് കിടക്കുന്ന ആ ചിരട്ട ഷാന് ഗോൾ പോസ്റ്റിലേക്ക് ചവിട്ടി തെറിപ്പിക്കുന്നത് കണ്ടതും ചില്ലു ചിരി കടിച്ചു പിടിച്ചു നിന്നു. ചിരട്ട ചെന്ന് ലാൻഡ് ചെയ്തത് CSE-കാരുടെ ഇടയിലും. ആരോ അത് കറക്റ്റായി ക്യാച്ച് ചെയ്തിരുന്നു. ഇതോടെ സദസ്സിൽ പൊട്ടിച്ചിരി ഉയർന്നു. ജഡ്ജസ്മാർ പോലും ഒരുപാട് ആസ്വദിച്ചു കണ്ടു തീർത്ത 3 ഐറ്റം. വിക്കിയുടെയും ഷാനുവിൻ്റെയും പെർഫോമൻസ് കണ്ട് സിദ്ധുവും കൂട്ടുകാരും ഒരു ഭാഗത്ത് നിന്ന് പരിപാടി വീക്ഷിച്ചു ചിരിച്ച് പണ്ടാരടങ്ങുന്നുണ്ട്. ഒപ്പനയിൽ മണവാട്ടിയായി പവി ഒരുങ്ങി വന്നതും ഇവിടെ മണവാളിൻ്റെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ വിടർന്നു. അവനന്നേരം ബാക്കി ആരെയും നോക്കിയില്ല. അവൻ്റെ കണ്ണുകളിൽ പവി മാത്രമായിരുന്നു. സ്റ്റേജിൽ കയറി അവളുടെ തൊട്ടരികിൽ ചെയറിട്ടിരുന്നാലോ എന്നുവരെ അവൻ ചിന്തിക്കാതിരുന്നില്ല. അങ്ങനെ ആവേശകരമായ മത്സരങ്ങളൊക്കെ അവസാനിച്ചതും ലഞ്ച് ബ്രേക്കായി. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നാടകവും സ്കിറ്റും മാത്രമാണ്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. സിദ്ധു നാടകത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അതിൽ നായിക ആതിരയാണെന്ന് അറിയാവുന്ന പവി സിദ്ധു തലേ ദിവസം തനിക്ക് നഷ്ടപ്പെടുത്തിയ തൻ്റെ ലൈറ്റ് മ്യൂസിക്കിൻ്റെ ചാൻസിൻ്റെ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനാൽ അവൾ ചില്ലുവുമായി ഒരു പദ്ധതി ഒരുക്കി. അവരുടെ നാടകം മുടങ്ങിയ തങ്ങൾക്ക് കപ്പടിക്കാനുള്ള വഴി ഒന്നുകൂടെ തെളിയും. അത് കഴിഞ്ഞ് നടക്കുന്ന തങ്ങളുടെ സ്കിറ്റിൽ കൂടി ഫസ്റ്റ് അടിച്ചാൽ നിലവിലെ പോയിന്റ് അനുസരിച്ച് മെക്കുകാർക്ക് കപ്പ് ഉറപ്പിക്കാം. അതായിരുന്നു പവിയുടെ തീരുമാനം. ചില്ലുവിനെന്തോ ചെറിയ പേടി തോന്നി. എടി നീ ഇങ്ങനെ പേടിക്കാതിരിക്കും, സംഭവം ഇത്തിരി ചീപ്പാണ്. ചീപ്പായാലും വേണ്ടില്ല, എനിക്ക് അവരുടെ നാടകം മുടക്കണം. ഇന്നലത്തെ റിവഞ്ച് എന്നതിനപ്പുറം തനിക്ക് ആതിരയുടെ മുന്നിൽ ജയിക്കണം, അതായിരുന്നു പവിയുടെ മനസ്സിൽ. 2 മണിയോടെ നാടകം ആരംഭിക്കുന്ന അനൗൺസ് വന്നു. സിദ്ധു അടക്കം അഭിനേതാക്കളൊക്കെയും മേക്കപ്പ് റൂമിലായിരുന്നു. ആ നേരത്താണ് ചില്ലുവിൻ്റെ കോൾ സിദ്ധുവിനെ തേടിയെത്തുന്നത്. സിദ്ധു കോൾ അറ്റൻഡ് ചെയ്തു. മേക്കപ്പ് റൂമിന് വെളിയിൽ ഒന്നിറങ്ങുമോ എന്നുള്ള ചില്ലുവിൻ്റെ ആവശ്യപ്രകാരം അകത്തുള്ളവരോട് താൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് സിദ്ധു മുറിക്ക് വെളിയിൽ ഇറങ്ങി. ഇവിടെ സിദ്ധുവിനെയും കാത്ത് ചില്ലു ഉണ്ടായിരുന്നു. സിദ്ധു കാര്യം തിരക്കി. അത് പിന്നെ പവിക്കേ തീരെ വയ്യ, അത്രയും പറഞ്ഞ് ചില്ല് നിർത്തി. പവിക്ക് വയ്യെന്ന് കേട്ടതും സിദ്ധുവിൻ്റെ മുഖഭാവം മാറി. വയ്യേ, എന്താ അവൾക്ക് പറ്റിയേ? സിദ്ധു ആദ്യയോട് ചോദിച്ചു. അത് പിന്നെ വയറുവേദനയാ, അവൾക്ക് പീരീഡ്സ് ആയി, അവൾക്ക് തീരെ വയ്യ, നല്ല പെയിനുണ്ട്. വീട്ടിലേക്ക് പോവാന്ന് വെച്ചാൽ എൻ്റെ സ്കൂട്ടിയിൽ പറ്റില്ല, അവൾക്ക് ഇരിക്കാൻ പോലും പറ്റണില്ല. ഓം സാർ നല്ല തിരക്കില്ല. സിദ്ധുവേട്ടൻ്റെ കാറിൻ്റെ കീ ഒന്ന് തരുമോ? കുറച്ചു നേരം AC നിന്നാൽ ക്ഷീണം കുറഞ്ഞോളൂ. ചില്ലു വായിൽ വന്ന നുണയങ്ങ് വെച്ച് കാച്ചി. എന്നാ ഞാൻ കൂടി വരാം, സിദ്ധു പറഞ്ഞു. വേണ്ട, അടുത്തത് നിങ്ങളുടെ ഡ്രാമ നടക്കാൻ പോവല്ലേ, ആ കീങ്ങ് തന്നിട്ട് സിദ്ധുവേട്ടൻ പോയിക്കോ. ചില്ലു അത് പറഞ്ഞതും സിദ്ധു മറുത്തൊന്നും പറയാൻ നിന്നില്ല. അവന് പവിയെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അവൻ ചില്ലുവിനെ തൻ്റെ കാറിൻ്റെ കീ ഏൽപ്പിച്ചു. തിരിഞ്ഞു നടന്നു.
കാറിന്റെ കീയുമായി ചില്ലു പുറത്തേക്ക് നടന്നു. സിദ്ധു മേക്കപ്പ് റൂമിലേക്ക് തിരികെ നടക്കാൻ നേരത്താണ് ആതിര അവൻ്റെ മുന്നിലേക്ക് വരുന്നത്. സിദ്ധു ചോദ്യഭാവത്തിൽ അവളെ നോക്കി. താനെന്താ ഇവിടെ? നാടകം തുടങ്ങാറായില്ലേ? ചെല്ല്. അത് പിന്നെ സിദ്ധു ഏട്ടാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. സിദ്ധുവിൽ നിന്ന് ഉടനെ മറുപടി വന്നു. അത് പിന്നെ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല, ഒന്നകത്തേക്ക് വരുമോ? തൊട്ടരികിലെ ക്ലാസ് മുറി ചൂണ്ടി അവൾ പറഞ്ഞതും സിദ്ധുവിൻ്റെ മുഖം ചുളിഞ്ഞുവെങ്കിലും സിദ്ധു അത് കാര്യമാക്കാതെ അവളുടെ പിറകെ ക്ലാസ് മുറിയിലേക്ക് നടന്നു. എന്താ തനിക്ക് പറയാനുള്ളത്? പെട്ടെന്ന് പറ. ക്ലാസ് മുറിയിൽ ചെന്നതും നിന്ന് പരങ്ങുന്ന ആതിരയെ നോക്കി സിദ്ധു ചോദിച്ചു. ആതിര സിദ്ധുവിൻ്റെ കരം കവർന്നു. അന്നേരം സിദ്ധുവിൻ്റെ കണ്ണുകൾ ചോദ്യഭാവത്തിൽ അവളിലേക്ക് നീണ്ടു. എനിക്ക് സിദ്ധുവേട്ടൻ ഇഷ്ടം. പവിയും സിദ്ധുവേട്ടനും തമ്മിൽ ഇപ്പോൾ അത്ര രസത്തിലല്ലെന്നും അറിയാം. അവളെ ഒഴിവാക്കിയ ആ സ്ഥാനത്തേക്ക് വരാൻ ഞാൻ ഒരുക്കാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതും പറഞ്ഞ് ആതിര സിദ്ധുവിൻ്റെ മേലേക്ക് ചാഞ്ഞതും സിദ്ധുവിൻ്റെ മുഖഭാവം പൊടുന്നനെ മാറി. അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞ് സിദ്ധു അവളെ രൂക്ഷമായി നോക്കി മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ നേരം ആതിര ഓടി വന്ന് അവൻ്റെ പിറകിൽ നിന്ന് പുണർന്നു. ഐ ലവ് യു സിദ്ധുവേട്ടാ, എന്നെ വേണ്ടെന്ന് വെക്കല്ലേ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, മറക്കാൻ പറ്റാഞ്ഞിട്ടാ. സിദ്ധുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞ് അവളുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു. നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞതാ, വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കരുതെന്ന്. ഈ നെഞ്ചിനകത്തെ അങ്ങനെ ഒരുത്തിക്കും കയറിക്കൂടാൻ പറ്റില്ല. കാരണം നേരത്തെ തന്നെ ഇവിടെ ഒരാൾ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അത് പവിയ. എൻ്റെ മനസ്സും ശരീരവും അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. മരണം വരെയും അതങ്ങനെ തന്നെയായിരിക്കും. ഞാനും പവിയും തമ്മിൽ പ്രശ്നമാണെന്ന് നിന്നോടാരാ പറഞ്ഞേ? സിദ്ധു നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ആതിരയോട് പറയുന്നുണ്ട്. ആ നേരത്താണ് പവിയുടെ കോൾ വരുന്നത്. സിദ്ധു കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോട് അടുപ്പിച്ചു. എടുത്ത പാടെ പവിയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. പവി, നീ എന്തിനാ കരയുന്നേ? സിദ്ധു, എനിക്ക് തീരെ വയ്യ, ഞാനിപ്പോൾ മരിച്ചു പോവും. സിദ്ധു, നീ ഒന്ന് വരുമോ സിദ്ധു? പവി കരച്ചിലോടെ പറഞ്ഞു. പവി, നീ ഇങ്ങനെ കരയല്ലേ, ഞാൻ വരാം. അത്രയും പറഞ്ഞ് അവൻ കോൾ അവസാനിപ്പിച്ചു. ആതിരയെ തുറച്ചു നോക്കി. സിദ്ധു അവിടെ നിന്ന് ധൃതിയിൽ നടന്നു നീങ്ങി. സിദ്ധു പവിയുമായി ഫോണിൽ സംസാരിക്കുന്നത് ആതിര ശ്രദ്ധിച്ചിരുന്നു. നാടകം തുടങ്ങാൻ നേരം ഇവൻ ഇതെവിടേക്കാണ് പോകുന്നത് എന്നറിയാൻ ആതിര പിന്നാലെ ചെന്നു. സിദ്ധു തൻ്റെ കാറിനരികിലെത്തി. ചില്ലുവും പവിയും കാറിൻ്റെ പിൻ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. സിദ്ധു ഗ്ലാസിൽ തട്ടിയതും ചില്ലു ഡോർ തുറന്ന് പുറത്തിറങ്ങി. സിദ്ധു കാറിനകത്തേക്ക് തലയിട്ട് നോക്കിയതും പവി അവശതയോടെ അവൻ്റെ കൈ പിടിച്ചു. അന്നേരം സിദ്ധു കാറിനകത്ത് കയറി അവളുടെ അരികിലിരുന്നതും പവി വിതുമ്പലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന പോലെ ചില്ലവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി. പവി, നല്ല പെയിനുണ്ടോ? അവളുടെ പുറം മേനിയിലൂടെ പതിയെ തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. സിദ്ധുവിൻ്റെ വാക്കുകളിലെ വേദനയും സത്യസന്ധതയും കണ്ട് ഒരു നിമിഷം പവിക്ക് കുറ്റബോധം തോന്നി. പക്ഷേ ഇവിടെ കുറ്റബോധം കൊണ്ട് കാര്യം നടക്കില്ല എന്ന തോന്നലിൽ പവി അതേ എന്ന പോലെ അവനെ ഇറുകെ പുണർന്നു. പവിയുടെ പ്രവൃത്തിയിൽ സിദ്ധുവിൻ്റെ മുഖം വിടർന്നു. സിദ്ധു, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ആ നിമിഷം പവി അവനോട് ഒട്ടിച്ചേർന്നു അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. ആ നിമിഷം സിദ്ധു മറ്റെല്ലാം മറന്നു പോയിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം അവൾ സ്നേഹത്തോടെ തൻ്റെ അരികിൽ വന്നിരുന്നപ്പോൾ അവന് സന്തോഷം അടക്കാനായില്ല. അതിനൊക്കെ പുറം അവൾ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി, തൻ്റെ ജീവന് വേണ്ടി സ്വയം ഒഴിഞ്ഞു മാറി തന്നത് ഓർക്കവേ അവളോട് ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. എന്ന് പ്രോഗ്രാമൊക്കെയും കഴിഞ്ഞു പോകാൻ നേരം അവളെ കണ്ട് സംസാരിക്കാനായിരുന്നു അവൻ കരുതിയത്. എവിടെയാ വേദന? ടോപ്പിന് മേലെയായി അവളുടെ വയറിൽ തൊട്ടുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. അന്നേരം അവൻ്റെ കൈ ടോപ്പിനുള്ളിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഒരു തരം വിറയലോടെ അവൾ അവൻ്റെ കോളറിൽ പിടിമുറുക്കി. അവൾക്ക് എതിർക്കാനായില്ല. എതിർത്താൽ ചിലപ്പോൾ കാര്യം നടക്കില്ല. അവൾ തിരിച്ചവനെ പ്രണയത്തോടെ നോക്കുന്നുണ്ട്. ഇവിടെയാ എന്ന പോലെ സിദ്ധു അവളുടെ വയറിൻ്റെ ഓരോ ഭാഗത്തും തടവുന്നുണ്ട്. അവൻ്റെ കൈ പതിയുന്നിടം മുഴുവൻ ഒരു പ്രത്യേകതരം അനുഭൂതി തോന്നി. നിമിഷങ്ങൾ കടന്നുപോയി. അതിനിടയിൽ സിദ്ധുവിൻ്റെ ഫോണിലേക്ക് അഭിയുടെ കോൾ വന്നു. എടാ സിദ്ധു, നീ ഇതെവിടെ പോയി കിടക്കുക? എടാ ഞാൻ. സിദ്ധു എന്തോ പറയാൻ വന്നതും അവൾ ഫോൺ വാങ്ങിച്ച് കട്ട് ചെയ്തു. ഫോൺ കാറിൻ്റെ ഡാഷ്ബോർഡിൽ വെച്ച് അവനെ ഒന്നുകൂടെ ഇറുകെ പുണർന്നു. സിദ്ധു, എന്നെ തനിച്ചാക്കി പോവില്ല സിദ്ധു. അവൻ്റെ നെഞ്ചിൽ തുരുതുര ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതിൽ സിദ്ധു ശരിക്കും വീണുപോയിരുന്നു. ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൻ പകപ്പോടെ നോക്കിയെങ്കിലും അവളുടെ പിന്നിലുള്ള പ്രവൃത്തി അവൻ്റെ ഉള്ളം കുളിരണിയിപ്പിച്ചു. കാറിൻ്റെ ഗ്ലാസ് ഇപ്പോഴും തുറന്നു കിടപ്പാണ്. ഇടയ്ക്കെപ്പോഴോ പവയുടെ നോട്ടം പുറത്തേക്ക് നീണ്ടതും മരത്തിൻ്റെ മറവിൽ നിന്ന് കാറിൻ്റെ ഭാഗത്തേക്ക് ഒളിഞ്ഞു നോക്കുന്ന ആതിരയാണ് കാണുന്നത്. ആ കാഴ്ച കണ്ടതും പവി ഒരുതരം ഭാവത്തോടെ സിദ്ധുവിൻ്റെ കവിളിൽ ചുംബിച്ചു. അമ്പരപ്പോടെ സിദ്ധു പവിയെ നോക്കി. അടുത്ത നിമിഷം പവി അവൻ്റെ ചുണ്ടിലേക്ക് ചേക്കേറി. പവി അവൻ്റെ ചുണ്ടുകളെ അപ്പാടെ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു വലിച്ചു. ഇത് കാണവേ ആതിരക്കെന്തോ വല്ലായ്മ തോന്നി. അടുത്ത നിമിഷം അവൾ കാറിൻ്റെ ഗ്ലാസ് പൊക്കി വെച്ചതും ആതിര നിരാശയോടെ അവിടെ നിന്ന് മടങ്ങി. പവിയുടെ പ്രവൃത്തി സിദ്ധുവിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ആവേശത്തോടെ അവൾ അവൻ്റെ ഇരു ദളങ്ങളും മാറി മാറി നുണഞ്ഞു.
അവൻ്റെ മേലെ അമർന്ന ഒരു തരം ഭാവത്തോടെ അവൾ അവനിൽ ആധിപത്യം സ്ഥാപിച്ചു. നേരത്തെ വയറ് വേദനയാണെന്നും പറഞ്ഞ് കരഞ്ഞു മെഴുകിയവൾ പരിസരം മറന്ന് തന്നെ ഉമ്മിക്കുന്നത് കണ്ടതും അവൻ തെല്ലൊന്ന് അതിശയിച്ചു. ദീർഘചുംബനത്തിന് ശേഷം അവൾ അവൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവൻ്റെ മുഖത്തെ അമ്പരപ്പ് കണ്ടിട്ടാവണം അവൾ അവൻ്റെ മടിയിൽ കയറിയിരുന്ന് അവൻ്റെ നെറുകയിൽ ചുംബിച്ചത്. നിന്റെ വയറുവേദന പോയോ? പവിയിൽ നിന്നും ഒരു തരം സ്വരം ഉയർന്നു. നിന്റെ വയറുവേദന പോയോ എന്ന് ചോദിച്ചതാ. ഇത്തവണ അവനവളെ സീറ്റിലേക്ക് ചാരിയിരുത്തിക്കൊണ്ടാണ് ചോദിച്ചത്. അത് പിന്നെ നീ അടുത്ത് വന്നപ്പോൾ വേദന കുറഞ്ഞതാ. അവളത് പറഞ്ഞു കഴിഞ്ഞതും അടുത്ത നിമിഷം അവൻ്റെ കൈ അവളുടെ മൃദുലതയിൽ മുറുകി. അന്നേരത്തെ അവളിലെ വിറയലും നാണവും കണ്ട് അവൻ പുരികം പൊക്കി. അവളുടെ ഷർട്ടിൻ്റെ ആദ്യ ബട്ടൺ അഴിച്ചു മാറ്റി ഇടത് തോളിൽ നിന്നും ഷർട്ട് അല്പം താഴ്ത്തി മൃദുവായി അവൻ അവിടം ചുംബിച്ചു. അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു തുടങ്ങി. അവൻ്റെ ചുണ്ടുകൾ പിന്നെയും അവളുടെ കഴുത്തിൽ ഒഴുകി നടന്നു. അതിനനുസരിച്ച് അവൾ കാറിൻ്റെ സീറ്റിലേക്ക് ചരിഞ്ഞു പോയിരുന്നു. അവൻ അവളുടെ മേലെ അമർന്നു. ഷർട്ടിൻ്റെ അടുത്ത ബട്ടൺ അവൻ അഴിച്ചെടുത്തു. മാറൻ ചുഴി അവന് മുന്നിൽ അനാവൃതമായതും അവൻ അവിടം നാവിട്ടുരസി. അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ മുറുകി. അവനെ എതിർക്കാൻ ബുദ്ധി പറയുന്നുണ്ട്, പക്ഷേ ഹൃദയം സമ്മതിക്കുന്നില്ല. നാടകം ക്യാൻസൽ ആവുന്നതുവരെ അവനെ പിടിച്ചു നിർത്തിയാൽ മതിയാകും എന്നുള്ളത് കൊണ്ട് അവൾ അവനെ ഒന്നുകൂടെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. അതിനൊക്കെ പുറമെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ സാമീപ്യം അവളും ആഗ്രഹിച്ചിരുന്നു. മറ്റെല്ലാം മറന്ന് അവനും അവളിൽ മതിമറന്നു പോയിരുന്നു. അവൻ അവളുടെ ഷർട്ട് പൊക്കി വെച്ച് അവളുടെ നഗ്നമായ വയറിൽ ആവേശത്തോടെ ചുംബിക്കുന്നുണ്ട്. നാഭിച്ചുഴിയിൽ അവൻ്റെ നാവ് ആഴ്ന്നിറങ്ങി. അവൻ്റെ പ്രണയ ചൂടേറ്റ് അവൾ തളർന്നു തുടങ്ങി. പവിയുടെ ഫോൺ ശബ്ദിക്കുന്നത് കേട്ടിട്ടാണ് ഇരുവരും അകന്നു മാറുന്നത്. അവൾ ചാടിപ്പിഴഞ്ഞ് എഴുന്നേറ്റ് പൊങ്ങിക്കിടക്കുന്ന തൻ്റെ ഷർട്ട് താഴ്ത്തി വെച്ചു. ഷർട്ടിൻ്റെ പകുതി വരെ തുറന്നു കിടപ്പുണ്ട്. അവൾ ഷർട്ട് കൂട്ടിപ്പിടിച്ചു ഇടം കണ്ടിട്ട് അവനെ നോക്കി. അവൻ ചുണ്ടിലൂറിയ ചിരിയോടെ അവളെ നോക്കി സീറ്റിൽ ചാരി ഇരിപ്പുണ്ട്. അവൾ തിരിഞ്ഞു നിന്ന് ബട്ടൺസ് ഇട്ടു. അവൾ തൻ്റെ ഫോണെടുത്ത് നോക്കി. അത് ചില്ലുമായിരുന്നു. അവൾ തിരിച്ചു വിളിച്ചു. ഹലോ പവി, നീ ഇതെവിടെയാ? അവരുടെ നാടകം ക്യാൻസലായി. അവസാനം നാടകം നടക്കുമോ? ഇനിയിപ്പോൾ വീണ്ടും ചാൻസ് കിട്ടാൻ വഴിയില്ല. സമയം അധികം ഇല്ലല്ലോ. നിങ്ങൾ പോര്, അടുത്തതേ നമ്മുടെ സ്കിറ്റാണ്. അല്ല, രണ്ടും കൂടി അതിനകത്ത് എന്തെടുക്കുക? ചില്ലുവിൻ്റെ ചോദ്യം കേട്ട് പവി അറിയാതെ സിദ്ധുവിനെ നോക്കി. അവൻ ഉലഞ്ഞു കിടക്കുന്ന മുടിയും ചുളിഞ്ഞു കിടക്കുന്ന ഷർട്ടും നേരെയാക്കുന്നുണ്ട്. അതിനിടയിൽ അവൻ അവളെ നോക്കി പുരികം പൊക്കി. നീ വെച്ചേ, ഞാൻ എത്തിയെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. പവി സിദ്ധുവിൻ്റെ പ്രവൃത്തി ഇടം കണ്ടിട്ട് നോക്കി. ശേഷം മറ്റേ സൈഡിലെ ഡോർ തുറന്നു. ഒരൊറ്റ ഓട്ടായിരുന്നു. അവളുടെ ഓട്ടം കണ്ടതും സിദ്ധു വണ്ടിയിൽ നിന്നിറങ്ങി. നടുവിന് കൈയും കൊടുത്ത് അവളുടെ പോക്ക് നോക്കി നിന്നു. സിദ്ധു പ്രോഗ്രാം ഹാളിൽ എത്തിയതും എല്ലാവരും കൂടി അവനെ കൊന്നില്ലെന്നേ ഉള്ളൂ. അവൻ്റെ കണ്ണുകൾ പവിക്ക് വേണ്ടി അലഞ്ഞു നടന്നു. ചില്ലുവിനരികിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന പവിയിൽ ഒടുവിൽ അവൻ്റെ നോട്ടം എത്തി നിന്നു. ആ നിമിഷം തന്നെയാണ് പവി അവനെയും നോക്കുന്നത്. അവൻ്റെ അന്നേരത്തെ നോട്ടവും ഭാവവും കാണവേ പവി പെട്ടെന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. വേദിയിൽ മെക്കുകാരുടെ സ്കിറ്റ് നടക്കുകയാണ്. ഫസ്റ്റ് ഇയർ മെക്ക് പിള്ളേരാണ് സ്കിറ്റിലുള്ളത്. ഒരു മലബാർ ചെമ്മീനാണ് സ്കിറ്റിന്റെ പ്രമേയം. കറുത്തമ്മയായും കൊച്ചു മുതലാളിയായും പവിയും വിക്കും വേദിയിൽ തകർത്താടുന്നുണ്ട്. കറുത്തമ്മ, ഇജ് യാത്ര ചോദിക്കാൻ വന്നതായിരിക്കുമല്ലേ? ഇതുവരെയും ഇയും ഞാനും ഒരുമിച്ചായിരുന്നു. ഇനി ഞമ്മ ഒറ്റക്കാണ്. ഈ ഞമ്മളെ തേച്ചിട്ട് പോവുകയാണല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞമ്മളെങ്ങനെ ബേജാറാപ്പിക്കല്ലേ കൊച്ചു മുതലാളി. ഞമ്മ ഇങ്ങളെ തേച്ചിട്ട് പോവാനോ? നിങ്ങൾക്കറിയോ, തേപ്പിൻ്റെ സ്പെല്ലിങ് പോലും നേരാവണ്ണം നമുക്കറിയില്ല കേട്ടാ. കറുത്തമ്മ, ഇജ്ജ് പോയാലും ഈ കടാപ്പുറത്തുനിന്ന് നമ്മൾ പോവില്ല. എൻ്റെ ബദ്രീങ്ങളെ നമുക്ക് ബെസ്മൻ താങ്ങാൻ പറ്റുന്നില്ലല്ലോ. കൊച്ചു മുതലാളി, എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്? പഠിച്ചോൻ പറഞ്ഞിട്ട് നമ്മൾ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്ത് ഉറക്കെ ഉറക്കെ പാടും. ഞമ്മോ അത് കേട്ട് തൃക്കുന്ന പുഴയിലിരുന്ന് ഓർത്ത് ഓർത്ത് നിലവിളിക്കും. അങ്ങനെ പാടി പാടി ഞമ്മ ചങ്ക് പൊട്ടി മയ്യത്താവും. അതിനു മുൻപ് നമ്മളെ റോഹ് പറന്ന് പറന്ന് ഇവിടെ എത്തും. എന്നിട്ട് നല്ല നിലാവുള്ള രാത്രികളിൽ രണ്ട് ജീവനും കൂടി കെട്ടിപ്പിടിച്ച് ഈ കടപ്പുറത്തൊക്കെ പാടി പാടി നടക്കും. കറുത്തമ്മയും കൊച്ചു മുതലാളിയും ഇരുവരുടെയും ഡയലോഗ് പറയുന്നുണ്ട്. സ്കിറ്റ് രസം പിടിച്ച് വരികയായിരുന്നു. അതിനിടയിലാണ് സിദ്ധു സ്റ്റേജിൽ കയറി വരുന്നത്. കറുത്തമ്മ, ഓൻ്റെ സെൻറ്റിയിൽ ഈ വീഴരുത്. ഓനോട് പോവാൻ പറ കറുത്തമ്മ. അനക്ക് ഞാനില്ലേ? അങ്ങോട്ട് പറ കറുത്തമ്മ, അനക്ക് എന്നോട് മുഹബത്താണെന്ന് പവയുടെ അരികിൽ വന്നുകൊണ്ട് സിദ്ധു പറഞ്ഞു. സിദ്ധുവിൻ്റെ ആ വരവും ഡയലോഗും കേട്ട് വേദി ഒന്നടങ്കം നിശബ്ദരായി. സിദ്ധു, ഇത് ഞങ്ങളുടെ സ്കിറ്റാണെന്ന് എന്തായി കാണിക്കുന്നത്? പവി സിദ്ധുവിന് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. ഡി കള്ളി,
എൻ്റെ നാടകം മുടക്കിയിട്ടേ നീ അങ്ങനെ സ്കിറ്റ് കളിക്കണ്ട, സിദ്ധു തിരികെയും പറഞ്ഞു. അടുത്ത നിമിഷം സിദ്ധു പവിയെ പൊക്കിയെടുത്ത് തോളിലിട്ടു. പവി കുതറി മാറാൻ നോക്കുന്നുണ്ട്. ഈ കറുത്തമ്മയെ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് സിദ്ധു അവളെയും പൊക്കിയെടുത്ത് സ്റ്റേജിൻ്റെ നടുവിലൂടെ താഴേക്ക് നടന്നു. സിദ്ധു താഴെ ഇറക്ക്, സിദ്ധു സിദ്ധു വിട്. അവൾ അവൻ്റെ പുറത്തേക്ക് ഇടിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. കൈയടിച്ചും വിസിലടിച്ചും ചിലർ ആ രംഗം പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ സിദ്ധു അവളെയും കൊണ്ട് പ്രോഗ്രാം ഹാളിന് വെളിയിലെത്തി. അപ്പോഴവൾ അവനിൽ നിന്നും കുതിരുന്നുണ്ട്. ഡി കുരുപ്പേ, അടങ്ങിയിരുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിപ്പോൾ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ അമ്മ പറഞ്ഞാൽ നീ എന്നെ വിട്ടുകൊടുക്കും അല്ലേ? അത് കേട്ടതും പവി അടങ്ങി നിന്നു അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. സിദ്ധു അവളെന്തോ പറയാൻ വന്നതും സിദ്ധു അവളുടെ ഇടുപ്പിൽ ചെറുതായി നുള്ളി. അതിനിടയിൽ എവിടെ നിന്നോ അവരുടെ മുന്നിലേക്ക് ആതിര പ്രത്യക്ഷപ്പെട്ടതും പവി സിദ്ധുവിൻ്റെ കഴുത്തിൽ വട്ടം ചുറ്റി പിടിച്ചു അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. സിദ്ധു ആതിരയെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. പവി വിജയീ ഭാവത്തിൽ ആതിരയെ നോക്കി സിദ്ധുവിൻ്റെ കവിളിൽ ചുംബിച്ചു. സിദ്ധു, അപ്പോൾ ട്രോഫി? അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? സിദ്ധു അവളെ കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ട്രോഫി എല്ലാം ചേർത്ത് മോൾക്ക് ഉടനെ ഞാനൊരു ട്രോഫി തരുന്നുണ്ട്, നീ അത് താങ്ങിയാൽ മതി. അത്രയും പറഞ്ഞ് സിദ്ധു അവളെ നോക്കി കണ്ണിറുക്കി വണ്ടി മുന്നോട്ടെടുത്തു.